പ്രകാശം കൊണ്ട് വെട്ടിത്തിളങ്ങുന്ന അതിരാവിലെ സ്ത്രീകളുടെ അധ്വാനം കൊണ്ട് പ്രകാശിക്കുന്നുണ്ടായിരുന്നു. വിജയത്തിന്റെ രഹസ്യം കഠിന അധ്വാനമായിരിക്കും. ആത്മവിശ്വാസത്തിൽ എല്ലാവരും മികച്ചവരായിരുന്നു. അവർ ഒന്നിച്ച് സഞ്ചരിച്ചു. സുഖങ്ങളും ദുഃഖങ്ങളും പങ്കിട്ടുകൊണ്ട് ഒത്തൊരുമയിലും സ്നേഹത്തിലും അവരെല്ലാരും മനസ്സുകൊണ്ടൊന്നായിരുന്നു. അങ്ങനെ സ്ത്രീകളുടെ നേരവും വെളുത്തു കഴിഞ്ഞു. ചിലർ വെള്ളം പിടിക്കാനായി ബക്കറ്റുമായി ചെല്ലുകയായിരുന്നു. അവർ മോട്ടോർ ഉപയോഗിച്ച് ബക്കറ്റിൽ വെള്ളം നിറച്ചു. എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നു. ജുങ്ലി, സുഖാണോ നിനക്ക്? എനിക്ക് സുഖം. അത് ശരി, നിനക്കോ? എന്റെ ജീവിതം നന്നായി പോകുന്നുണ്ട്. ഗ്രാമത്തിന് പുറത്ത് ചന്ത കൂടിയിട്ടുണ്ട്. നീ എന്റെ കൂടെ വരുന്നോ? അതെ, ഞാനും അത് ആലോചിച്ചതാ. വാണിയെയും കീർത്തിയെയും അവിടേക്ക് കൊണ്ടുപോകാമെന്ന്. നീയോ? എന്നോടൊപ്പം വരാൻ ആരുമില്ലല്ലോ. ഞാനും നിന്നോടൊപ്പം തന്നെ വരാം. തീർച്ചയായും. എത്ര നന്നായിരിക്കുമല്ലേ? അതെ. അതിനിടയ്ക്ക് ഗ്രാമത്തിലെ ചില സ്ത്രീകളും ബക്കറ്റുമായി ആ സ്ഥലത്തേക്ക് വന്നെത്തി. അത് ശരി, 2 കൂട്ടുകാരികളും ഒന്നിച്ചു കുശലം പറയുകയാണോ? എന്നോടും ഒന്ന് പറയുന്നേ, ഇവിടെ എന്താ നടക്കുന്നേ? ഒന്നുമില്ല ചിറ്റേ, ഗ്രാമത്തിന് പുറത്ത് ചന്ത കൂടിയിട്ടുണ്ടല്ലോ, അവിടേക്ക് പോകുന്ന കാര്യത്തിനെ കുറിച്ചാ. അല്ല, അത് നേരാണോ? എന്നാൽ എന്തുകൊണ്ട് ഞങ്ങളും അവിടേക്ക് വന്നുകൂടാ? ആ, ഒന്നിച്ചു പോകാം. പക്ഷേ ഈ ചമ്പ ചിറ്റ അറിയാതെ പോകണം. നമ്മൾ ഗ്രാമത്തിന് പുറത്തുള്ള ചന്തയ്ക്ക് പോയെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, അവിടെ ആണുങ്ങളൊക്കെ വരും. അതുകൊണ്ട് ഒരുപാട് ദേഷ്യപ്പെടും അവർ. ഇതിൽ ദേഷ്യപ്പെടാൻ എന്താണുള്ളത്? നമ്മൾ അവിടേക്ക് പോകുന്നു, കാഴ്ച കണ്ടിട്ട് തിരികെ വരും. അതെ അതെ, ചമ്പ ചേച്ചി ഗ്രാമത്തിനകത്ത് ആണുങ്ങൾ വരാൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പുറത്തേക്ക് പോകാമല്ലോ. എന്നാൽ ശരി, തീരുമാനിച്ചോളൂ. ഇന്ന് വൈകുന്നേരം നമ്മൾ എല്ലാരും ചന്തയ്ക്ക് പോകുന്നു. എല്ലാ സ്ത്രീകളും തലയനയ്ക്ക് ശരിയെന്ന് സമ്മതിച്ചു. പിന്നെ എല്ലാരും ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് അവരവരുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. മറ്റൊരു വശത്തെ ചമ്പാദേവി, ഗ്രാമത്തിലെ സ്ത്രീകളുടെ നേതാവ്, ഗംഭീരമായ ആത്മവിശ്വാസം നിറഞ്ഞൊരു സ്ത്രീ. അവരവരുടെ വീട്ടിൽ പൂജാമുറിയിൽ ഭജന പാടുകയായിരുന്നു. അപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി അവിടേക്ക് വന്നു. ഒരു കാര്യം അവൾക്ക് മനസ്സിലായി. ചമ്പാദേവിക്ക് ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവർ 3 പെൺകുട്ടികളെ ദത്തെടുത്തിരിക്കുന്നു. അമ്മേ! ചമ്പാദേവി അവർ തന്റെ ഭജനയിൽ വല്ലാതെ മൂழ்കിയിരിക്കുകയായിരുന്നു. അമ്മേ! ചമ്പാദേവി തന്റെ മകളെ നോക്കി. എന്നിട്ട് തലയനക്കി എന്താണെന്ന് ചോദിച്ചു. കൈകൊണ്ട് അവർ ആംഗ്യം കാണിച്ചു. അടുത്ത് വന്നിരിക്കെന്ന് പറഞ്ഞു. ആ പെൺകുട്ടി ചിരിച്ചു. എന്നിട്ട് ചമ്പയുടെ അടുത്ത് ചെന്ന് ഇരുന്നു. കുറച്ചു സമയത്തിനകം ബാക്കിയുണ്ടായിരുന്ന 2 പെൺകുട്ടികളും അവിടേക്ക് വന്നു. അവരും അവിടെ ചെന്നിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവർ തന്റെ പൂജ ചെയ്തു തീർന്നു. എന്നിട്ട് തന്റെ കുട്ടികളെ തിരിഞ്ഞു നോക്കി. പറയൂ, എന്താ കാര്യം? അമ്മേ, നാളെ ഞങ്ങളുടെ സ്കൂളിൽ പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്. ടീച്ചർ പറഞ്ഞു അച്ഛനെയും അമ്മയും വിളിച്ചുകൊണ്ട് നാളെ സ്കൂളിലേക്ക് വരണമെന്ന്. പക്ഷേ ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ ടീച്ചർ പറഞ്ഞു തീർച്ചയായും അച്ഛനെയും കൂട്ടിക്കൊണ്ട് വരണമെന്ന്. അല്ല, ഇതാണോ കാര്യം? ശരി, സാരമില്ല. ഞാൻ നാളെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്കൂളിലേക്ക് വരാം. വന്ന് നിങ്ങളുടെ ടീച്ചറിനോട് ഞാൻ സംസാരിക്കാം. 3 പെൺകുട്ടികളും ശരിയെന്ന് സമ്മതിച്ചു. ചിരിച്ചുകൊണ്ട് അവർ 3 പേരും പുറത്തേക്ക് കളിക്കാനായി ചെന്നു. ദേ നോക്കൂ, വൈകുന്നേരം 5 മണിക്കകത്ത് വീട്ടിലേക്ക് തിരികെ വരണം. ചമ്പാദേവി ചിരിച്ചു. എന്നിട്ട് കുട്ടികൾ പോകുന്നത് നോക്കി. എന്നിട്ട് വീട്ടിലേക്ക് ചെന്നു. സമയം വൈകുന്നേരമായി. സുപ്രിയ, ഈ ഗ്രാമത്തിലെ സ്ത്രീ, അവർ നിലമുഴുകയായിരുന്നു. ആ സമയത്ത് ജുങ്ക്രി, മേഘ, അവരുടെ മക്കൾ, പിന്നെ മറ്റുള്ള ഗ്രാമത്തിലെ സ്ത്രീകൾ ഒരുങ്ങി എവിടേക്ക് പോകുന്നത് അവർ കണ്ടു. ഉടനെ അവൾ അവരെ വിളിച്ചു. അല്ല, നിങ്ങൾ എല്ലാരും എങ്ങോട്ടായി പോകുന്നത്? ഞങ്ങൾ ഗ്രാമത്തിന് പുറത്തുള്ള ചന്തയിലേക്ക് പോവുകയാണ്. ഇത്തവണ ചന്ത വളരെ വലുതായിട്ടിട്ടണത്രേ. ആട്ടെ, പക്ഷേ ചമ്പ ചിറ്റ? അല്ല, ഞങ്ങളെന്താ ഗ്രാമത്തിലേക്ക് ആണുങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണോ? ഞങ്ങൾ ചന്തയ്ക്ക് ചെന്ന് വെറുതെ ചുറ്റി നോക്കിയിട്ട് വരാൻ പോകുന്നു. അത് ശരി മോളെ, നീ എന്തുകൊണ്ട് ഞങ്ങളോടൊപ്പം വന്നുകൂടാ? എന്ത് ചെയ്യാനാ ചിറ്റേ, ഞാൻ ഇന്ന് ഈ പാടത്തെ ജോലി തീർക്കണം. എന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്ത്രീകളെല്ലാം അവളെ വളരെ പാവമായി നോക്കി. ശരി ശരി, സാരമില്ല, വിട്ടേക്ക്. മറ്റൊരു ദിവസം നിന്നെയും ഞങ്ങൾ കൊണ്ടുപോകാം. നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണോ? അതെ, തീർച്ചയായും. ചന്തയിൽ സുന്ദർലാൽജിയുടെ സമൂസ കട ഇട്ടിരിക്കുന്നതായി ഞാൻ അറിഞ്ഞു. വരുമ്പോൾ അത് വാങ്ങിക്കൊണ്ട് വരൂ, ഞാനത് കഴിക്കാം. ജുങ്കിലിയും ശരിയെന്ന് സമ്മതിച്ചു. ഉടനെ എല്ലാ സ്ത്രീകളും അവിടെ നിന്നും പുറപ്പെട്ടു.
സുപ്രിയ തന്റെ ജോലി തുടർന്ന് ചെയ്യാൻ തുടങ്ങി. ജുങ്കിരിയും മേഘയും കൊച്ചുകുട്ടികളും പിന്നെ ഗ്രാമത്തിലെ മറ്റുള്ള സ്ത്രീകളും ചന്തയിൽ ചെന്നെത്തി. ആദ്യം അവർ ചെന്ന് പഞ്ഞുമിഠായി കഴിച്ചു. അത് അവർക്ക് ഇഷ്ടമായി. എന്നിട്ട് ചാറ്റ് കടയിലേക്ക് ചെന്ന് നല്ല എരിവുള്ള രുചികരമായ ചാറ്റ് കഴിച്ച് സന്തോഷിച്ചു. അതിനുശേഷം കാറ്റാടിയിൽ കയറി ചുറ്റി സന്തോഷത്തോടെ ചുറ്റിത്തിരിഞ്ഞ് സമയം ചെലവാക്കി. സമയം സന്ധ്യയായി. അവർ സുന്ദർലാലിന്റെ കടയിൽ നിന്നും ചൂടുള്ള സമൂസ പാക്ക് ചെയ്ത് വാങ്ങി. ചന്ത കഴിഞ്ഞതിന് ശേഷം ആ കുട്ടികളെ വീട്ടിൽ കൊണ്ടാക്കി എല്ലാ സ്ത്രീകളോടും വിട ചോദിച്ച് അവിടെ നിന്നും തിരിച്ചു. അങ്ങനെ സമൂസ സഞ്ചി എടുത്തുകൊണ്ട് ജുങ്കിരിയും മേഘയും ചമ്പാദേവിയുടെ വീട്ടിലേക്ക് പോയി. ചമ്പാദേവിയുടെ വീട്ടിൽ അവർ സുപ്രിയയോടൊപ്പം ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജുങ്കിരിയും മേഘയും ചൂടുള്ള സമൂസ സഞ്ചിയുമായി അവിടേക്ക് ചെന്നത്. ആദ്യം ചമ്പാദേവി സുപ്രിയയ്ക്ക് സമൂസ നൽകി. എന്നിട്ട് അവരും കഴിച്ചു. കൊള്ളാലോ, ഇത് വളരെ രുചികരമായിട്ടുണ്ട്. നേരാണ്, ഈ രുചി നന്നായി പഴക്കമുള്ളതുപോലെ തോന്നുന്നു. ജുങ്കിരിയും മേഘയും മാറി മാറി നോക്കി ചിരിച്ചു. അവരുടെ ചിരിയിൽ എന്തോ രഹസ്യം മറഞ്ഞിരിക്കുന്നത് പോലെ തോന്നി. ഇത് കണ്ടിട്ട് സുപ്രിയയും ചിരിച്ചു. അല്ല, നിങ്ങൾ മൂന്നുപേരും എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? എന്നോട് പറയൂ. അല്ല, എന്താ കാര്യം? അത് പിന്നെ ചിറ്റേ, ഇന്ന് ഗ്രാമത്തിന് പുറത്തുള്ള ചന്തയിലേക്ക് ഞങ്ങൾ ചെന്നിരുന്നു. അവിടെ നിന്നാണ് ഈ സുന്ദർലാലിന്റെ സമൂസ വാങ്ങിക്കൊണ്ട് വന്നത്. അതേ ചിറ്റേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ ഗ്രാമത്തിൽ സുന്ദർലാലിന്റെ സമൂസ ഇട്ടപ്പോൾ നമ്മൾ എല്ലാരും അദ്ദേഹത്തിന്റെ സമൂസയുടെ ഫാൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ നിന്നും ആണുങ്ങളെ പറഞ്ഞയച്ചത്. വർഷക്കണക്കായി നമ്മുടെ ഗ്രാമം ഇങ്ങനെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ എല്ലാരും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ബഹുമാനം നഷ്ടപ്പെടുത്തുകയാണല്ലോ. ഇതൊക്കെ ശരിയാണോ? പക്ഷേ ചിറ്റേ, അല്ല സുപ്രിയേ, ഇതെനിക്ക് ഇഷ്ടമല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ കഴിക്കണമെന്ന് തോന്നിയാലും ഗ്രാമത്തിലുള്ള കടയിൽ നിന്നും അത് വാങ്ങിക്കഴിക്കോ. അതുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിൽ കച്ചവടവും നടക്കും, നമ്മുടെ ഗ്രാമവും വളരുകയും ചെയ്യും. മൂന്നുപേരും ശരിയെന്ന് സമ്മതിച്ചു. എന്നിട്ട് ജുങ്കിരി പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലായി ചിറ്റേ, ഇനി ഞങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കാം. നിങ്ങളെ ഓർത്ത് എനിക്ക് ബഹുമാനം തോന്നുന്നു കുട്ടികളെ. എന്റെ ആഗ്രഹം എന്താണെന്നാൽ ഗ്രാമത്തിന്റെ ഈ വഴിമുറ നിങ്ങൾ തീർച്ചയായും കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ ഇതുവരെ പിന്തുടർന്നതുപോലെ. ശരി ചിറ്റേ. ശരി, ഇന്ന് എന്താണ് പ്രശ്നം? കാര്യം എന്താണെന്നാൽ നാളെ കുട്ടികളുടെ സ്കൂളിൽ പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അത്രേ. പിന്നെ ടീച്ചർ പറഞ്ഞയച്ചു എന്ന് അമ്മയും അച്ഛനും തീർച്ചയായും അവിടേക്ക് വരണമെന്ന്. അതെ, എന്റെ കുട്ടികളും ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? നമ്മൾ തന്നെ പോകാം. എന്താ ഒരമ്മ തന്റെ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി അച്ഛൻ ചെയ്യുന്നതൊക്കെ അവൾ ചെയ്യില്ലേ? നിങ്ങൾ പറയുന്നത് നേരാണ് ചിറ്റേ. ഇത് നമ്മുടെ ഗ്രാമത്തിന്റെ ബഹുമാനമാണ്. നമ്മൾ ഇതിൽ തീർച്ചയായും ഉറച്ചു നിൽക്കണം. എല്ലാരും അത് ശരിയെന്ന് സമ്മതിച്ചു. സമയം രാത്രിയായി. അത് ചുറ്റുപാടിനെ ഭംഗിയുള്ളതായും സമാധാനമായും മാറ്റി. അങ്ങനെ ആ രാത്രിയുടെ അവസാനം വന്നെത്താനായി. അടുത്ത ദിവസം ജുങ്കിരി റെഡിയായിക്കൊണ്ടിരുന്നു. അപ്പോൾ അവരുടെ 2 മക്കൾ കീർത്തിയും വാണിയയും ബെഡിലിരുന്നു കൊണ്ട് അവരുടെ ബാഗ് ശരിയാക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത് വാച്ചിൽ 12 മണിയായി. അമ്മേ, വേഗം റെഡിയാകൂ, സ്കൂളിൽ പോകാൻ സമയമായി. അതെ അതെ, ഞാൻ റെഡിയാണ്, വരൂ പോകാം. പക്ഷേ അമ്മേ, ടീച്ചർ പറഞ്ഞു അച്ഛനും അമ്മയും. അതൊന്നും സാരമില്ല, നമ്മളോടൊപ്പം ചമ്പാച്ചിറ്റ വരുന്നുണ്ട്, അവരെല്ലാം നോക്കിക്കോളും. ചമ്പാച്ചിറ്റയോ? നേരാണോ? ജുങ്കിരി അതെ എന്ന് തലയനക്കി സമ്മതിച്ചു. അപ്പോഴാണ് പുറത്തുനിന്നും ചമ്പാച്ചിറ്റ വിളിക്കുന്ന ശബ്ദം അവർക്ക് കേട്ടത്. കേൾക്കുന്നുണ്ടോ? സ്കൂളിലേക്ക് പോകണോ വേണ്ടയോ? ഞങ്ങളിതാ എത്തി ചിറ്റേ. ജുങ്കിരി തന്റെ മക്കളോടൊപ്പം പുറത്തേക്ക് വന്നു. എന്നിട്ട് ചമ്പാദേവിയെ അവർ തനിച്ചു നോക്കി. അത് ശരി ചിറ്റേ, 3 പേരും എവിടെയാണ്? സമയമായെന്ന് പറഞ്ഞ് അവർ 3 പേരും സ്കൂളിലേക്ക് പോയി. വരൂ, നമ്മളും പോകാം, അല്ലെങ്കിൽ നമ്മളും ലേറ്റ് ആകും. ജുങ്കിരി ശരിയെന്ന് സമ്മതിച്ചു. അങ്ങനെ അവരെല്ലാവരും സ്കൂളിലേക്ക് ചെന്നു. ചമ്പാദേവി ജുങ്കിരിയോടൊപ്പം സ്കൂളിലേക്ക് ചെന്നു. ജുങ്കിരിയുടെ 2 പെൺകുട്ടികളും ചമ്പാദേവിയുടെ മക്കളോടൊപ്പം ചെന്ന് നിന്നു. അപ്പോഴാണ് ചമ്പാദേവി ഹെഡ്മാസ്റ്ററിനോട് സംസാരിക്കാൻ തുടങ്ങിയത്. പറയൂ സർ, എന്താ കാര്യം? മേഡം, ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലേ ഈ മീറ്റിംഗിലേക്ക് അച്ഛനും അമ്മയും തീർച്ചയായിട്ടും വന്നേ പറ്റുള്ളൂ എന്ന്. പക്ഷേ സർ, ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ തനിച്ചാണ് വളർത്തുന്നത്. അതിനെന്തിനാണ് അച്ഛൻ വരേണ്ടത്? കുട്ടികളെ വളർത്തുന്നത് അച്ഛൻ അമ്മ 2 പേരുടെ കർത്തവ്യമാണ് മേഡം. നിങ്ങൾ അടുത്ത ആഴ്ച അവളുടെ അച്ഛനെ തീർച്ചയായിട്ടും കൂട്ടിക്കൊണ്ട് വരണം. ചമ്പാദേവിയും ജുങ്കിരിയും വിഷമത്തിലായി. തല കുനിഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും പുറത്തേക്ക് വന്നു. ചമ്പാദേവിയും ജുങ്കിരിയും പിന്നെ കുട്ടികളും ഗ്രാമത്തിന്റെ വഴിയിൽ വരികയായിരുന്നു.
അപ്പോഴാണ് കിണറിനടുത്ത് പെണ്ണുങ്ങളുടെ ഒരു കൂട്ടം നിൽക്കുന്നത് കണ്ടത്. അവർ കുട്ടികളോട് പറഞ്ഞു വീട്ടിലേക്ക് പോയിക്കൊള്ളൂ എന്ന്. എന്നിട്ട് അവിടെ എന്ത് നടക്കുന്നെന്ന് അറിയാനായി അവർ രണ്ടുപേരും ചെന്നു. ചമ്പാദേവി മുൻപിലോട്ട് ചെന്നു. പതുക്കെ പതുക്കെ ആളുകളെ മാറ്റിക്കൊണ്ട് മുൻപിൽ ചെന്നു. എന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി? എന്തിനാ എല്ലാരും ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നത്? എന്തു പറയാനാ ചിറ്റേ, നിങ്ങൾ തന്നെ നോക്കൂ, കിണറിലെ മോട്ടർ ഇല്ലാതായിരിക്കുക. ഇനി നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് വെള്ളം എടുക്കും? മോട്ടർ കേടായെന്നോ? പക്ഷെ അതെങ്ങനെയാണ്? കണ്ടാൽ തോന്നുന്നു ഇതിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കുകയാണെന്ന്. നമ്മൾ ഒരു കാര്യം ചെയ്യാം, തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ നിന്നും ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചു വരുത്താം. അവരിത് ശരിയാക്കും. എന്തിനാ ഇലക്ട്രീഷ്യൻ? എന്താ നമ്മെ കൊണ്ട് ഈ ജോലി ചെയ്യാനാവില്ലേ? ചെയ്യാം ചിറ്റേ, പക്ഷേ നമുക്കിതിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ലല്ലോ. മാത്രമല്ല ഇത് കറണ്ടാണ്, ആർക്കെങ്കിലും ഷോക്ക് അടിക്കുകയാണെങ്കിലോ? അല്ല, എന്തിനാ ആവശ്യമില്ലാതെ ഇതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നത്? എല്ലാ ജോലിക്കും നിങ്ങൾക്കൊരു ആണിനെ ആവശ്യമുണ്ടല്ലേ? അതിനുവേണ്ടിയാണോ ഞാൻ ഈ ഗ്രാമത്തിൽ നിന്നും ആണുങ്ങളെ പറഞ്ഞയച്ചത്? ഇത് കേട്ടതും എല്ലാരും തല കുനിഞ്ഞു നിന്നു. ചമ്പാദേവി അവരെല്ലാരെയും വളരെ ദേഷ്യത്തോടെയും വെറുപ്പോടെയും നോക്കി. എന്നാ ശരി, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തന്നെ ഇത് ചെയ്യാം. ചമ്പാദേവി ദേഷ്യത്തോടെ അവിടെ നിന്നും ചെന്നു. ഈ ചിറ്റയ്ക്ക് ഇത് എന്താണ് പറ്റിയത്? സ്കൂളിൽ ഈ കുട്ടികളുടെ അച്ഛനെയും കൊണ്ടുവരാനായി അവർ പറഞ്ഞു. അതുകൊണ്ട് അവർ വളരെ ദേഷ്യത്തിലാണ്. രണ്ടുപേരും ആകെ ക്ഷീണിച്ചു പോയി. സമയം വൈകുന്നേരമായി. ഉടനെ ചമ്പാദേവി കയ്യിൽ ആയുധങ്ങൾ എടുത്തുകൊണ്ട് റോട്ടിൽ കൂടി നടന്നു വന്നു. ഗ്രാമത്തിലെ സ്ത്രീകൾ അവരെ നോക്കി. അവരുടെ മുഖത്ത് ദേഷ്യവും വിഷമവും ഉണ്ടായിരുന്നു. ചമ്പാദേവി കിണറിനരികിൽ വരെ എത്തി. എന്നിട്ട് ആ നട്ട് അവർ ലൂസാക്കാൻ തുടങ്ങി. അതാണ് മോട്ടറിനെ സ്റ്റാൻഡിനോടൊപ്പം ചേർക്കുന്നത്. അവർ വേറെ വേറെ ആയുധങ്ങൾ ഉപയോഗിച്ചു. പക്ഷെ ശരിയായ ആയുധമോ വഴിയോ അവർക്ക് മനസ്സിലായില്ല. അവർ അവിടെ നിന്നുകൊണ്ട് ഒന്നും നടക്കാത്തതുപോലെ നിന്നു. എന്നിട്ട് ചിന്തിച്ചു, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന്. അപ്പോഴാണ് മേഘയും ജുങ്കിരിയും അവിടേക്ക് വന്നത്. ചിറ്റേ, നിങ്ങളുടെ സ്വയബഹുമാനം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ വന്നതാണ്. അതേ ചിറ്റേ, നിങ്ങൾ ഇങ്ങനെ തനിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമം തോന്നുന്നു. നമ്മൾ എല്ലാരും ചേർന്ന് പണിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണിയും കഴിയുന്നതാണ്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് ചെന്ന് റെസ്റ്റും എടുക്കാവുന്നതാണ്. അവരുടെ സ്നേഹം കണ്ടിട്ട് ചമ്പാദേവിയുടെ മനസ്സ് പെട്ടെന്ന് അലിഞ്ഞുപോയി. അവർ ശരിയെന്ന് സമ്മതിച്ചു. പിന്നെ മേഘയും ജുങ്കിലിയും അവരോടൊപ്പം ചേർന്ന് പണി ചെയ്യാൻ തുടങ്ങി. 3 പേരും ആയുധത്തിലേക്ക് നോക്കി. എന്നിട്ട് മോട്ടറിനെ തിരിഞ്ഞു നോക്കി. ചിറ്റേ, ആദ്യം ഇവിടെ നിന്നും ഈ മോട്ടർ നമ്മൾ എടുക്കണം. ഞാനും അത് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിന് ഏത് ആയുധം എടുക്കണമെന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ജുങ്കിരി മോട്ടറിനെ നോക്കി. എന്നിട്ട് ഉടനെ അവൾ ഒരു റിഞ്ച് എടുത്തു. അമ്മേ, ഈ ജോലി ഇതുകൊണ്ട് സാധിക്കും. മേഘയും ചമ്പാദേവിയും വളരെ ആശ്ചര്യത്തോടെ അത് നോക്കി. അല്ല ജുങ്കിരി, നിനക്കിതെങ്ങനെ അറിയാം? അല്ല, നിങ്ങൾ മറന്നുപോയോ? എന്റെ ഭർത്താവ് ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നല്ലോ. ഈ ആയുധമൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. കണ്ടതും മനസ്സിലായി. ശരി എന്നതുപോലെ 3 പേരും ചിരിച്ചു. അതായത് ആദ്യത്തെ യുദ്ധത്തിൽ അവർ വിജയിച്ചതുപോലെ ചിരിച്ചു. മേഘ ആ റിഞ്ച് ഉപയോഗിച്ച് നട്ടിനെ ലൂസാക്കി. എന്നിട്ട് മോട്ടർ എടുത്തു. മോട്ടർ ഫ്രീ ആയതും 3 പേരും ചേർന്ന് വെയിറ്റായ മോട്ടറിനെ പൊക്കിയെടുത്തു. എന്നിട്ടത് തറയിൽ വെച്ച് നോക്കി അതിൽ എന്താണ് പ്രശ്നമെന്ന്. മേഘയും ജൂലിയും അത് പരിശോധിക്കുകയായിരുന്നു. ചമ്പാദേവി അവരോടൊപ്പം സഹായിക്കുകയായിരുന്നു. ഓരോന്നായി അവർ മോട്ടറിന്റെ പാർട്സ് തനിത്തനിയാക്കി മാറ്റി. എന്നിട്ട് ചിന്തിച്ചു, ഇതെങ്ങനെ ശരിയാക്കണമെന്ന്. ചിറ്റേ, ഇതെല്ലാം നമ്മൾ തുറന്നു കഴിഞ്ഞു. ഇനി ഇതെന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. സാരമില്ല, ഇരിക്കട്ടെ. ഇത് നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചേക്കാം. രാവിലെ നേരം വെളുത്തതും അതിനുശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാരും വീട്ടിലേക്ക് പോകണം. കുട്ടികൾ നമുക്ക് വേണ്ടി കാത്തുകൊണ്ടിരിക്കും. 3 പേരും അവരുടെ വീട്ടിലേക്ക് ചെല്ലാനായി റെഡിയായി. എന്നിട്ട് ചെന്നു. അടുത്ത ദിവസം പുലർച്ചെ ഗ്രാമത്തിലുള്ള ഒരു പെണ്ണ് നിലവിളിക്കുന്ന ശബ്ദത്തോടെ തുടങ്ങി. ഞാൻ പറ്റിക്കപ്പെട്ടു. അവളുടെ മകൾ മോട്ടറിന് അടുത്തുകൂടി കടന്നു ചെന്നു. ഈർപ്പമുള്ള മണ്ണിൽ കറണ്ട് പാസ്സായി അവൾക്ക് ഷോക്ക് അടിച്ചിരിക്കുകയാണ്. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ആ സ്ഥലത്ത് ഒന്നിച്ചു കൂടി. ഒപ്പം തന്നെ ചമ്പാദേവി, മേഘ, ജൂലി എല്ലാരും അവിടേക്ക് വന്നു. നിങ്ങൾ വിഷമിക്കേണ്ട ചിറ്റേ, ഞങ്ങൾ ആംബുലൻസിനെ ഫോൺ ചെയ്തിരിക്കുകയാണ്. കുറച്ചു സമയത്തിനകം ആംബുലൻസ് ഇവിടേക്ക് എത്തുന്നതാണ്. കുറച്ചു സമയത്തിനകം അവിടേക്ക് ആംബുലൻസ് വന്നു. 2 വാർഡ് ബോയ് അതിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്നിട്ട് കുട്ടിയെ സ്ട്രെക്ചറിൽ കയറ്റി അമ്മയെയും വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നു.
ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. നടന്ന സംഭവം കണ്ട് അവരെല്ലാം ഞെട്ടി നിൽക്കുകയായിരുന്നു. പതുക്കെ പതുക്കെ അവരെല്ലാവരും ചമ്പാദേവിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ സ്ത്രീയെ നോക്കി ഗ്രാമത്തിലുള്ള എല്ലാ ആണുങ്ങളെയും പതുക്കെ പതുക്കെ പുറത്തേക്ക് അയച്ച സ്ത്രീ ചമ്പാദേവിക്ക് അച്ഛനോടുള്ള പേടി കാരണവും പിന്നെ വിഷമം കാരണവും എല്ലാവരുടെ ജീവിതവും ബാധിക്കപ്പെട്ടു. അവർ നോക്കിയിട്ടുണ്ട്, അവരുടെ അച്ഛൻ അവരുടെ അമ്മയെ ചെറിയ ചെറിയ സാധാരണ കാര്യങ്ങൾക്ക് പോലും വിഷമിപ്പിച്ചിട്ടുണ്ട്. ചിറ്റേ, ഇതെല്ലാത്തിനും കാരണം നമ്മളാണ്. നമ്മൾ രാത്രി ഈ മോട്ടറിനെ അങ്ങനെ തന്നെ വിട്ടിട്ടു പോയി. അതേ ചിറ്റേ, ഇതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ലല്ലോ. തെറ്റ് നിങ്ങളുടേതല്ല, എന്റേതാണ്. എനിക്ക് നടന്ന പ്രശ്നങ്ങൾ കാരണം ഞാൻ വല്ലാതെ പേടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ചോ വിഷമത്തെക്കുറിച്ചോ സ്വപ്നങ്ങളെക്കുറിച്ചോ ചിന്തിച്ചതേയില്ല. എല്ലാ ആണുങ്ങളും ഒരേപോലെ ആയിരിക്കുമെന്ന് ഞാൻ കരുതി. ഇന്നൊരു പ്രശ്നം വന്നപ്പോൾ ആണുങ്ങളാണ് നമ്മളെ സഹായിച്ചത്. ഇനിയും സമയം പോയിട്ടില്ല ചിറ്റേ, ഇത് നമുക്ക് തന്നെ ശരിയാക്കാൻ സാധിക്കും. ചമ്പാദേവി ശരിയെന്ന് സമ്മതിച്ചു. ഉടനെ ഗ്രാമത്തിലെ സ്ത്രീകളെല്ലാം ഒന്നിച്ചു കൂടി. അടുത്ത ദിവസം ചില ആണുങ്ങൾ അവരുടെ ബാഗ് എടുത്തുകൊണ്ട് അവിടേക്ക് വന്നു. പിന്നെ എല്ലാ കുടുംബവും ഒന്നിച്ചു ചേർന്നു. ജിങ്കിരി തന്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു. ഉടനെ അവളുടെ കുട്ടികൾ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് ഓടി അരികെ വന്നു. അവരെ ചുറ്റി വന്നു. മറ്റുള്ള ഗ്രാമത്തിലെ ജനങ്ങളും ചിരിച്ചു. അവരുടെ പ്രിയപ്പെട്ടവരെ ഒരുപാട് ദിവസം കഴിഞ്ഞു കാണുന്നതിൽ അവരെ സന്തോഷത്തോടെ ചെന്ന് കെട്ടിപ്പിടിച്ചു. ചമ്പാദേവിയും അവിടേക്ക് വന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ അവരെ ചുറ്റി ഒരു വട്ടമായി നിൽക്കുകയായിരുന്നു. അവരെ വളരെ മര്യാദയോടുകൂടിയും വളരെ സ്നേഹത്തോടുകൂടിയും നോക്കി. ഞാൻ എല്ലാ ആണുങ്ങളെയും വീണ്ടും ഈ ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളെ കുടുംബത്തിൽ നിന്നും പിരിച്ചുവെച്ച വലിയ തെറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ തെറ്റ് തിരുത്താനായി ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം എനിക്കിപ്പോൾ മനസ്സിലായി, ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം മത്സരിക്കുന്നതല്ല, അംഗീകരിക്കുന്നതാണെന്ന്. ഗ്രാമത്തിന് സ്ത്രീകൾ എത്ര മുഖ്യമാണോ അതുപോലെ ആണുങ്ങളും മുഖ്യമാണ്. ഞാൻ മനസ്സുകൊണ്ട് വീണ്ടും ഒരു വട്ടം നിങ്ങൾ എല്ലാരെയും ഈ ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാരും സന്തോഷമായി ചിരിച്ചു. അതിനുശേഷം അവരവരുടെ വീട്ടിലേക്ക് അവർ തിരിച്ചു ചെന്നു. ഗ്രാമത്തിന് വീണ്ടും ജീവൻ തിരികെ കിട്ടി. ആണുങ്ങൾ റിപ്പയറായ മോട്ടോർ ശരിയാക്കി. ജിങ്കിരി തന്റെ ഭർത്താവിനോടൊപ്പം പാരന്റ്സ് മീറ്റിംഗിന് ചെന്നു. സുപ്രിയ തന്റെ ഭർത്താവിനോടൊപ്പം ചന്തയിലേക്കും ചെന്നു. ഗ്രാമം വീണ്ടും പശ്ചിമയോടെയും സന്തോഷത്തോടെയും നിറഞ്ഞിരുന്നു. അങ്ങനെ ഈ കഥയും ഇവിടം കൊണ്ട് അവസാനിച്ചു.